18 തികയാത്ത മൊണാലിസയുടെ കല്യാണം നടത്തിക്കൊടുത്ത് കേരള സർക്കാർ മാതൃകയായി. ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു സഖാക്കളുടെ പുതിയ മെത്തേഡാണോ ഇതെന്നാണ് കേരളക്കരയ്ക്ക് അറിയാനുള്ളത്. വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചത് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടിയും രാജ്യസഭാ മെമ്പറായ എ റഹീമും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദ മാഷും കൂടിയാണ് വിവാഹം നടത്തിക്കൊടുത്തത്. മൊണാലിസയുടെ അച്ഛന്റെയും അമ്മയുടെയും സമ്മതമില്ലാതെ മൊണാലിസയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അഭയാർത്ഥിയായിട്ട് വന്നിട്ട് വിവാഹം നടത്തി കൊടുക്കുകയായിരുന്നു. തിരുവനന്തപുരത്തെ അരുമാനൂർ നൈനാർ ദേവക്ഷേത്രത്തിൽ വച്ചിട്ട് ഇന്നലെ വൈകിട്ട് 5 മണിയോട് കൂടിയാണ് വിവാഹം നടത്തിക്കൊടുത്തത്. ഈ വിവാഹത്തെ കുറിച്ച് എ റഹീം പറഞ്ഞ വാക്കുകൾ നമുക്ക് കേട്ടിട്ട് വരാം. വിവാഹം സ്വർഗത്തിൽ എന്നല്ലേ പറയുന്നേ, അല്ലേ? ആ സ്വർഗാണ് കേരളം. അവരങ്ങനെ അത് യാഥാർത്ഥ്യമാണല്ലോ. ആ യാഥാർത്ഥ്യം ഇതാണ് കേരളം. അതാണ് കേരളം. കമ്മ്യൂണൽ ഹാർമണിയുടെയും മാനവ സൗഹൃദത്തിൻ്റെയും ഇടം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് നമുക്ക് ഏത് മതത്തിൽപ്പെട്ടവർക്കും പരസ്പരം വിവാഹം കഴിക്കാനുള്ള അവകാശം, അല്ലേ? വൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. പക്ഷേ അതേസമയം അത് ഇന്ത്യയിൽ എല്ലായിടത്തും സാധ്യമാകുന്നില്ല. അത് നിർഭയം സാധ്യമാകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാവരും പറയുന്നു വിവാഹം സ്വർഗത്തിലാണെന്ന്. അതെ, ആ സ്വർഗത്തിൻ്റെ പേരാണ് കേരളം. അത് എത്തിയത് വളരെ ഞങ്ങളിലേക്കൊന്നും എത്തുകയല്ല. ഇത് യാദൃശ്ചികമായി അവർ ഈ പറയുന്ന വിവരം പറഞ്ഞ് ഞങ്ങൾ എത്തുന്നതാണ്. അവരുടെ വിവാഹം നടക്കുന്നു എന്നറിഞ്ഞ് ആ വിവാഹം നടത്തി ഇറങ്ങുന്നത് അതൊക്കെ അവർ തിരഞ്ഞെടുത്ത ഞങ്ങൾ വിവാഹം കഴിഞ്ഞിറങ്ങുന്നവരെ ഞങ്ങൾ അഭിനന്ദിക്കാനും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനും എത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് ഏതൊരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിക്കും ആണിനും പെണ്ണിനും വിവാഹം കഴിക്കാമെന്നുള്ള ഉറപ്പ്. പക്ഷേ ആ വിവാഹം കഴിക്കുന്നതിന് പ്രായം കൂടി ഭരണഘടന നിശ്ചയിച്ചിട്ടുണ്ട്. പെൺകുട്ടിക്ക് 18 വയസ്സിന് താഴെ വിവാഹം കഴിക്കാന്നുള്ള ഏത് ഭരണഘടനയിലാണ് എഴുതിയിട്ടുള്ളത്? മൊണാലിസയ്ക്ക് 18 വയസ്സ് തികഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം. എന്നാൽ അതിന് ഒന്നും കൂടി ആക്കം കൂട്ടുന്നതാണ് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് മറ്റാരുമല്ല, മൊണാലിസയുടെ മാതാവ് തന്നെയാണ്. നമുക്ക് ആ വോയിസ് ക്ലിപ്പിലേക്ക് കേട്ടിട്ട് വരാം. മൊണാലിസയ്ക്ക് 16 വയസ്സ് പ്രായം മാത്രമാണുള്ളതെന്ന് അമ്മയുടെ വെളിപ്പെടുത്തൽ. मेरी लड़की से शादी जबरदस्ती कर ली सर, तेरे पापा। मेरा आदमी अभी देखो केरला में बैठा है, एयरपोर्ट में बैठा है सर। एयरपोर्ट में ठीक है। माता जी ये बताइए, इनका जो डेट ऑफ बर्थ कितना है ये मोना का? कैसे बोलो? जन्म तीयदी कितना है? मेरा जन्म देखो, मेरी लड़की का जन्म 16 साल का ही है। तो मेरे पति हेलो, मेरी लड़की का 16 साल का ही है। देखो आप भी फेमस हुई थी, 16 साल की है। കുട്ടിക്ക് 18 വയസ്സായിട്ടില്ല എന്ന് അവളുടെ മാതാവ് തന്നെയാണ് പറഞ്ഞത്. പറയുക മാത്രമല്ല, അവളുടെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എവിടെയുള്ള പോലീസ് സ്റ്റേഷനില്? മധ്യപ്രദേശിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഇനി വിവാഹത്തിന് കാർമ്മികത്വം നയിച്ച അല്ലെങ്കിൽ വഹിച്ച എ റഹീമിനും ശിവൻകുട്ടിക്കും അതേപോലെ ഗോവിന്ദ മാഷിനുമെല്ലാം പോക്സോ കേസ് എന്ന ടൈറ്റിൽ കൂടി വരുന്നതാണ്. മലപ്പുറം ജില്ലയിലെ ഒരു കേസ് നമ്മൾ പറഞ്ഞു. 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി വിവാഹം നിശ്ചയിച്ചത് മാത്രമേ വീട്ടുകാർ ചെയ്തുള്ളൂ. പക്ഷെ ആ വിവാഹം നിശ്ചയിച്ച കേസില് വിവാഹം നടത്തി കൊടുക്കാൻ ആരൊക്കെയാണോ കൂട്ടുന്നത് അവരെല്ലാം പോക്സോ കേസ് ആയതാണ്. അപ്പോൾ ആ നിയമം നിങ്ങൾക്കും ബാധകമല്ലേ? റഹീമിന് മാത്രം പ്രത്യേക ഭരണഘടനയുണ്ടോ എന്നാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്, സ്വർഗമാണ്. അതിവിടെ മറ്റുള്ളവർ പറഞ്ഞിട്ട് വേണ്ട, കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും അറിയാനായിട്ട്. എന്നാൽ ഈ വിവാഹം നടത്തി കൊടുത്തതിലൂടെ ആ സ്വർഗം നരകമായി മാറുമോ എന്നാണ് ഇനി നമുക്ക് കാണാനുള്ളത്. കാരണം 18 വയസ്സ് പോലും തികയാത്ത ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണോ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇപ്പോഴത്തെ നിലപാടെന്നും കൂടി വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് അഭയം തേടിയതെന്നാണ് പറയുന്നത്. ഈ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയപ്പോൾ എന്തുകൊണ്ട് ആ കുട്ടിയുടെ പ്രായം കൂടി നിങ്ങൾ കണക്കാക്കിയില്ല? 2025 കുംഭമേളയിലെ വൈറൽ സ്റ്റാർ ആയിരുന്നു വെള്ളാരം കണ്ണുള്ള സുന്ദരിയായ മൊണാലിസ. അപ്പോൾ അവളുടെ പ്രായം 16 വയസ്സായിരുന്നു. സാധാരണ ഒരു മനുഷ്യന് ഓരോ വർഷം കഴിയുമ്പോൾ 1 വയസ്സാണ് കൂടാറ്. എന്നാൽ മൊണാലിസയ്ക്ക് 2 വയസ്സ് ഒരുമിച്ച് കൂടുമോ? അല്ല, ഇപ്പോഴത്തെ ന്യായം പറയുന്നത് ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ്, 18+ ഉണ്ടെന്നാണ് പറയുന്നത്. 2025 16 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക്, അതും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 2009 ജനുവരി 21.
ആ ജനുവരി 21, 2026 ആകുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ പ്രായം 17 അപ്പോൾ 16 നിന്നും 18 ഇവൾ എന്താണ് ചാടിപ്പോയോ എന്നാണ് നമുക്ക് സഖാക്കന്മാരോട് ചോദിക്കാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ ശിവൻകുട്ടി ഈ മൊണാലിസയുടെ കൈപിടിച്ച് കൊടുത്തയിലെ കാർമ്മികത്വം വഹിച്ച ഒരാളിലായ ശിവൻകുട്ടിയുടെ വാക്കുകൾ കൂടി നമുക്ക് കേട്ടിട്ട് വരാം. ഏറെ വികാര നിർഭരമായ നിമിഷത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ആ വാക്കും കൂടി നമുക്ക് കേട്ടിട്ട് വരാം. ഇതാണ് കേരളം, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ കല്യാണമാണ്. നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അഭിമാനിക്കാം. ലോകത്തിന്റെ മുന്നിൽ മതേതരത്വത്തിനും മനുഷ്യസ്നേഹത്തിനും പേരുകെട്ട നാടാണ് കേരളമെന്ന് അഭിമാനിക്കാം നമുക്ക് എല്ലാവർക്കും. ഈ കുട്ടികളുടെ ധൈര്യം, ഇതുപോലെ തന്നെ പതിനായിരക്കണക്കിന് ആൾക്കാർ ഇതുപോലെ സമ്മർദ്ദങ്ങൾക്കും അതേപോലെ തന്നെ ഭീഷണിക്കും വിധേയമായി അവിടെ കഴിയുകയാണ്. ശിവൻകുട്ടി സഖാവും വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞത് എന്താണെന്നോ, ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഇതാണോ റിയൽ കേരള സ്റ്റോറി? ഇത് റിയൽ കേരള സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റെനിഷ എന്ന ബിഗ് ബോസ് താരം പൊങ്കാല ഇടാൻ വന്നിരുന്നു. അപ്പോൾ ആ പൊങ്കാല ഇട്ടപ്പോൾ എന്തുകൊണ്ട് അത് കേരള സ്റ്റോറിയായി ചിത്രീകരിച്ചില്ല? ആക്ച്വലി അവൾ പൊങ്കാല ഇടാൻ വന്നത് ആറ്റുകാൽ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിലും അവരുടെ കമന്റ് ബോക്സിലാണ് യഥാർത്ഥമായിട്ടുള്ള പൊങ്കാല എന്താന്ന് ആ പെൺകുട്ടി അറിഞ്ഞത്. ഞെട്ടിക്കുന്ന വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു 10 ദിവസം മുന്നേ നോമ്പിന്റെ ഇനീഷ്യൽ ടൈമില് ഒരു ചേച്ചിയുടെ, അവർക്ക് ഒരു ഹിന്ദു ഫാമിലിയിലുള്ള ഒരു ചേച്ചിയാണ്, അവര് ഒരു വീഡിയോ ചെയ്തു. അവരുടെ ലൈഫിലെ ഫസ്റ്റ് നോമ്പാന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടു. ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പൊ അതിന്റെ കമന്റ്സും നോക്കുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ കേരളം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവ് കമന്റ്സ് ആണ് എല്ലാവരും. ഒരു നെഗറ്റീവ് പോലും ഞാൻ കണ്ടില്ല. പക്ഷെ ഒരു 10 ദിവസത്തിന് ഇപ്പുറം ഞാനൊരു പൊങ്കാല ഇട്ടപ്പോ എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി? മതസൗഹാർദ്ദം എന്നുള്ള നിലയിൽ എന്റെ കേരളം ഇങ്ങനെയാണെന്ന് കാണിച്ച് ഈ പറയുന്ന വ്യക്തികൾ എന്തേ അവരുടെ കമന്റ് ബോക്സ് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് കമന്റ് ഇടാത്തത്? അതൊക്കെയല്ലേ നമ്മുടെ റിയൽ കേരള സ്റ്റോറി. അല്ലാതെ 18 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട ഒരുത്തരുമായി വിവാഹം കഴിച്ച് കൊടുക്കുന്നതാണോ റിയൽ കേരള സ്റ്റോറി? പ്രബുദ്ധരായ മലയാളികൾ ഇതും കൂടി ചിന്തിക്കേണ്ടതല്ലേ? 6 മാസത്തെ പരിചയമുള്ളപ്പോഴാണ് മൊണാലിസ ഒരു പയ്യന്റെ കൂടെ ഇറങ്ങി വരുന്നത്. അതും ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു പയ്യന്റെ കൂടെ. നമുക്കിവിടെ മതവും ജാതിയും ഒന്നുമല്ല വിഷയം. പക്ഷെ ആ പെൺകുട്ടിയുടെ പ്രായം അതൊരു വിഷയം തന്നെയല്ലേ? നിങ്ങൾ അഡൾട്ടറി ആണോ എന്നൊരു ക്വസ്റ്റ്യൻ അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്കാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ അതിനെ പോലും വെള്ളപൂശുന്ന രീതിയിലാണ് ഇവിടുത്തെ സഖാക്കന്മാര് കമന്റ് ബോക്സ് ഏറ്റെടുത്തിരിക്കുന്നത്. മനോരമയുടെ ഒരു ലേഖനം തന്നെ നോക്കൂ. ശൈശവ വിവാഹത്തിന് കൈപിടിച്ചു കൊടുത്ത സഖാക്കൾ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, നമ്മുടെ നാട്ടിലെ ശൈശവ വിവാഹം സാധാരണയായിട്ടുള്ള ഒരു സ്ത്രീയെ, ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ നിൽക്കുവാണെങ്കിൽ, മലപ്പുറത്ത് തന്നെ പല സംഭവങ്ങളും നമ്മൾ കണ്ടതാണ്. മലപ്പുറത്ത് തന്നെ ശൈശവ വിവാഹത്തിന് സമ്മതിച്ചു അല്ലെങ്കിൽ തയ്യാറായി എന്ന് പറഞ്ഞ കേസുകൾ വരെ രജിസ്റ്റർ ചെയ്ത സാഹചര്യം ഇവിടെയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിന് പുറത്തുള്ള നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒരു പെൺകുട്ടി ഇവിടെ അഭയം തേടി അഭയാർത്ഥിയായിട്ട് വന്ന ആ പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്ത രീതി നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രബുദ്ധരായ മലയാളികൾ യോജിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ, കേരളക്കരയുടെയും ക്വസ്റ്റ്യൻ. 1980 സഖാക്കന്മാരുടെ ഓർമ്മയ്ക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാകും, ഇല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടാകും. ചിലരൊക്കെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതല്ലേ, അല്ലേ? 1980 MP ഗംഗാധരൻ എന്നൊരു വ്യക്തി, അന്ന് കോൺഗ്രസ് ആയിരുന്നു കേരളം ഭരിച്ചിരുന്നത്. അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകളെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ്, അതായത് 18 വയസ്സ് തികയുന്നതിന് മുമ്പ് വിവാഹം കഴിപ്പിച്ചു. ഇത് ഒരു സാമൂഹിക പ്രവർത്തകനായ നവാബ് രാജേന്ദ്രൻ എന്ന വ്യക്തി ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു. ഈ ഹർജിയുടെ അടിസ്ഥാനത്തിൽ MP ഗംഗാധരന് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം വരെ രാജിവെക്കേണ്ടി വന്നു. ആ രാജിവെക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനത്തിൽ ഏറ്റവും വലിയ പങ്ക് വന്നത് എന്താണെന്നോ? കേരളത്തിൽ പ്രതിഷേധം ഉയർന്നത് ഡിവൈഎഫ്ഐയുടെയും CPIM-ന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭ ജാഥകളും പ്രക്ഷോഭങ്ങളുമാണ് അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് എത്തിച്ചത്. അന്ന് അവർ പ്രക്ഷോഭിച്ചു, അന്ന് അവർ പരിസരം മറന്ന് പ്രതിഷേധിച്ചു, ശൈശവ വിവാഹത്തെ എതിർത്തു. എന്നാൽ ഇതാണോ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്? 18 വയസ്സ് തികയാത്ത MP ഗംഗാധരന്റെ മകളെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് കോലാഹലം സൃഷ്ടിച്ച ഇവർ ഇന്ന് എന്തുകൊണ്ട് നോർത്ത് ഇന്ത്യയിലെ ഒരു പെൺകുട്ടിയെയും പുരുഷനെയും വിവാഹം കഴിപ്പിക്കാനായിട്ട് ഇത്ര ധൃതി കാണിക്കുന്നു, അല്ലെങ്കിൽ കാർമ്മികത്വം വഹിക്കുന്നു? ഇതെല്ലാം വൺ സൈഡ് ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട് 18 വയസ്സ് തികയാതെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന്. അങ്ങനെയുള്ളപ്പോൾ വിവാഹം കഴിപ്പിക്കാൻ ഇത്ര നിർബന്ധം ആർക്കാണ്?
അവർ സ്നേഹിച്ചു, ഓക്കെ. 18 വയസ്സാകുമ്പോൾ അവർക്ക് വിവാഹം കഴിച്ചാൽ പോരെ? അവർക്കൊരു ഷെൽട്ടർ കൊടുക്കാൻ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിനും ഈ കാർമ്മികത്വം വഹിച്ച സഖാക്കന്മാർക്കും കഴിയുകയില്ലേ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഗണേശന്റെ KB ഗണേഷ് കുമാറിന്റെ അവിഹിതം ഒരു സൈഡിലേക്ക് തള്ളിക്കളഞ്ഞതുപോലെ ഈ 18 വയസ്സ് തികയാത്ത ഈ പെൺകുട്ടിയുടെ ഈ കല്യാണ വിഷയം നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഇതിൽ കേരള സർക്കാർ, അതായത് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ എന്ത് നിലപാടാണ് എടുക്കുന്നതെന്നാണ് നമുക്ക് അറിയാനുള്ളത്, കേരളക്കരയ്ക്ക് അറിയാനുള്ളത്. ഇന്നലെ മൊണാലിസയുടെ വിവാഹം എല്ലാവരും കൊട്ടിഘോഷിച്ചു. അവർ അതിഥികളാണ്, ശരിയാണ്. കേരളത്തിലേക്ക് വരുന്ന എല്ലാവരും അതിഥി ദേവോ ഭവ എന്ന് തന്നെയാണ്. അതിഥികളെ സ്വീകരിക്കണം. അതിഥികളെ സ്വീകരിക്കേണ്ട രീതിയാണ് ഇവിടെ മാറിപ്പോയതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളും ഈ ഒരു ശൈശവ വിവാഹത്തെ എതിർക്കുന്നുണ്ടോ, പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ സഖാക്കളുടെ ഭാഗത്താണോ, അതോ സഖാക്കൾ ചെയ്ത ഈ ഇത്തരം പ്രവർത്തികൾ ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യകതയുണ്ടോ? നിങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.